വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കിലേതാണ്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ. ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ആർട്ടിക്കിൾസ് രണ്ട് തരത്തിൽ വിഭജിക്കപ്പെടുന്നു. ഡെഫിനറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും ഉണ്ട്. അതിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നതാണ് ദ. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് എ ആൻഡ് ആൻ. ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ points out, it points out particular object or person. ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെയോ പേഴ്സണെയോ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ആർട്ടിക്കിൾസ് എല്ലാം നൗണിന് മുമ്പ് കാണപ്പെടുന്നു, നൗണിനെ വിശേഷിപ്പിക്കുന്നു, നൗണിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നു. ബ്രിങ് ദ ചെയർ. ഇവിടെ ബ്രിങ് ദ ചെയർ എന്നുണ്ട്. ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മൾ അവിടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ചെയറിനെയാണ്. ഒരു പർട്ടിക്കുലർ ചെയറിനെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ബ്രിങ് ദ ചെയർ. എന്നാൽ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളായ എ ആൻഡ് ആൻ ഡസ് നോട്ട് പോയിന്റ് ഔട്ട് എനി പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. അത് ഒരു പ്രത്യേക ഒബ്ജക്റ്റിനെയോ പേഴ്സണെയോ പോയിന്റ്സ് ഔട്ട് ചെയ്യുന്നില്ല. ബ്രിങ് എ ചെയർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചെയർ, എനി ചെയർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രിങ് എ ചെയർ, ഒരു ചെയർ കൊണ്ടുവരൂ എന്നുള്ളതാണ്. എന്നാൽ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചാൽ അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ചെയറിനെ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം. വിശദമായി മനസ്സിലാക്കാം. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ, ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് വൺ തിങ് ഓർ വൺ പേഴ്സൺ, ഒന്ന് അല്ലെങ്കിൽ ഒരു എന്നർത്ഥം വരുന്നവയ്ക്കാണ്. വൺ തിങ് ഓർ വൺ പേഴ്സൺ. ദർ ഈസ് എ ബോയ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പില് ഒരു ആൺകുട്ടി ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എ ബോയ് എന്ന് കാണിക്കുന്നത് ഒരു ആൺകുട്ടി. ഇതിപ്പോ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ ഈ സെന്റൻസ് മാറും? There are two boys at the bus stop. രണ്ട് ആൺകുട്ടികൾ ബസ് സ്റ്റോപ്പിലുണ്ട് എന്ന് പറയും. അപ്പൊ ഈ എയും ആനും റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് അല്ലെങ്കിൽ ഒരു എന്നർത്ഥം വരുന്നവയ്ക്കാണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലും അതേപോലെ തന്നെയാണ് വരിക. നിങ്ങൾക്ക് അത് പെട്ടെന്നത് ഏതാണ് വരേണ്ടതെന്ന് ഓർമ്മിക്കാൻ മലയാളത്തിലുള്ള വാക്യം നോക്കിയാൽ മതി. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആൻ ബിഫോർ എ ഐ ഒ യു വവൽ സൗണ്ടിന്റെ കൂടെയാണ് ആൻ വരാറുള്ളത്. ഡു യു വാണ്ട് ആൻ ആപ്പിൾ ഓർ എ ബനാന? ഇവിടെ ആപ്പിളിന്റെ കൂടെ ആൻ എന്നും ബനാനേന്റെ കൂടെ എ എന്നും വന്നിരിക്കുന്നു. കാരണം ആപ്പിൾ വവൽ സൗണ്ടിലാണ് തുടങ്ങുന്നത്. ഷീ ഈസ് ഗോയിങ് ടു ബൈ എ ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. അവൾ എന്തൊക്കെയാ വാങ്ങിക്കാൻ പോണത്? എ ബാഗ്, ആൻ അംബ്രല്ല, ഒരു ബാഗും ഒരു അംബ്രല്ലയും. ആൻ അവർ എന്നാണ് പറയുക. കാരണം അവിടെ എച്ച് ആണ് തുടങ്ങുന്നതെങ്കിലും HOUR എന്നാണ് സ്പെല്ലിംഗ് എങ്കിലും എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് അവർ, ആൻ അവർ. എ യൂണിവേഴ്സിറ്റി, അവിടെ എന്തുകൊണ്ടാണ് ആൻ വരാത്തത്? യു ആണ് സ്പെല്ലിംഗ് എങ്കിലും തുടങ്ങുന്നതെങ്കിലും അതിന്റെ പ്രൊനൗൺസിയേഷൻ വൈ യു, യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്. വൈ യു, യൂത്ത് എന്നൊക്കെ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി. എ യൂറോപ്യൻ, അവിടെയും ഇ ആണ് തുടങ്ങുന്നതെങ്കിലും പ്രൊനൗൺസിയേഷൻ വൈ യു എന്നുള്ള തരത്തിലാണ്. വി യൂസ് എ ആൻഡ് ആൻ വെൻ വി സേ വാട്ട് എ തിങ് ഓർ പേഴ്സൺ ഈസ്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്താണ് എന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. ഇപ്പൊ ഒരു വ്യക്തി എന്താണ്, അല്ലെങ്കിൽ ഒരു ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്താകുന്നു? ഒരു സ്റ്റാർ ആകുന്നു. ദ സൺ ഈസ് എ സ്റ്റാർ. ക്രിക്കറ്റ് ഈസ് എ ഗെയിം. ക്രിക്കറ്റ് എന്താണ്? ഒരു ഗെയിമാണ്. എ ഗെയിം. ക്രിക്കറ്റ് ഈസ് എ ഗെയിം. മുംബൈ ഈസ് എ സിറ്റി ഇൻ ഇന്ത്യ. മുംബൈ എന്ന് പറയുന്നത് എ സിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിലത്തെ ഒരു സിറ്റിയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുക. ആൻ എവിടെ വരും? വവൽ സൗണ്ടിന്റെ കൂടെ എന്ന് ഓർമ്മിക്കുക. വെൻ വി യൂസ് എ ആൻ ഫോർ ജോബ്സ് എക്സെട്ര. ഇപ്പൊ നിങ്ങൾ എന്താകുന്നു എന്ന് പറയാനും ഐ ആം എ ഡെന്റിസ്റ്റ്, ഐ ആം എ ഡോക്ടർ, ഹി ഈസ് എൻ എഞ്ചിനീയർ. അങ്ങനെയൊക്കെ
ഷീ ഈസ് എ ഡോക്ടർ, ഷീ ഈസ് എ ടീച്ചർ. അങ്ങനെയൊക്കെ പറയുമ്പോൾ എ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആർ യു എ സ്റ്റുഡൻറ്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ? ആർ യു എ സ്റ്റുഡൻറ്? യെസ്, ഐ ആം എ സ്റ്റുഡൻറ്. ഐ ആം എ ടീച്ചർ. ഐ ആം എൻ എഞ്ചിനീയർ. ഐ ആം എ ഡെന്റിസ്റ്റ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആൻഡ് ആൻ എന്നതാകുന്നു. വി യൂസ് ദ വെൻ ഇറ്റ് ഈസ് ക്ലിയർ വിച്ച് തിങ് ഓർ പേഴ്സൺ വി മീൻ. നമുക്ക് ഉറപ്പുണ്ട് ഏത് സാധനമാണ് ഏത് പേഴ്സണെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ ഡോർ, ദ ലൈറ്റ്, ദ ഫ്ലോർ. ഇപ്പൊ ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ക്ലോസ് ദ ഡോർ എന്ന് പറയണം. ക്ലോസ് എ ഡോർ എന്നല്ല, ക്ലോസ് ദ ഡോർ. ആ ഡോറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തിക്ക് മനസ്സിലായി. ഒരു വീട്ടിലത്തെ കാര്യങ്ങളാണ്. ദ ഡോർ, ദ ലൈറ്റ്, സ്വിച്ച് ഓഫ് ദ ലൈറ്റ്, ക്ലീൻ ദ ഫ്ലോർ. വെരി സ്റ്റോണി. ഇപ്പൊ ഒരാൾ കയറി വന്നു ചോദിക്കുകയാണ് വെരി സ്റ്റോണി. അപ്പൊ നമ്മൾ പറയണം ഇൻ ദ കിച്ചൺ. അതായത് ആ വീട്ടിൽ ഒരു കിച്ചൺ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇൻ ദ കിച്ചൺ, അല്ലാതെ ഇൻ എ കിച്ചൺ എന്ന് പറയില്ല. ടേൺ ഓഫ് ദ ലൈറ്റ് ആൻഡ് ക്ലോസ് ദ ഡോർ. ലൈറ്റ് ഓഫ് ചെയ്യുക, ഡോറ് അടയ്ക്കുക. ടേൺ ഓഫ് ദ ലൈറ്റ് ആൻഡ് ക്ലോസ് ദ ഡോർ. അങ്ങനെയാണ് വരിക. എക്സാമ്പിൾസ്: വി യൂസ് ദ സൺ, ദ മൂൺ, ദ പോലീസ്, ദ ആർമി. ഇങ്ങനെ ഈ സൺ, മൂൺ, എർത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് യുണീക്കാണ്. അതൊക്കെ ഒന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ദ പോലീസ് എന്നാണ് പറയുക. പോലീസ് ഒരിക്കലും ഉപയോഗിക്കരുത്. ദ പോലീസ്, ദ ആർമി, ഇതൊക്കെ ഓർമ്മിക്കുക. മൈ ബ്രദർ ഈസ് എ സോൾജിയർ, അങ്ങനെ പറയാം. എൻ്റെ ബ്രദർ ഒരു സോൾജിയർ ആണ്. ഹീസ് ഇൻ ദ ആർമി, അവിടെ ദ ഉപയോഗിക്കുക ആർമീന്റെ മുന്നിൽ. ഹീസ് ഇൻ ദ ആർമി. വി ലിവ് ഇൻ ദ സെയിം സ്ട്രീറ്റ്, ഞങ്ങൾ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. ദ സെയിം എന്നുള്ളത് എപ്പോഴും ഒരുമിച്ച് ഉപയോഗിക്കും. സെയിമിന്റെ കൂടെ ദ സെയിം എന്നാ പറയാം. ഒരിക്കലും എ സെയിം ഉപയോഗിക്കരുത്. ദ ടോപ്പ്, ദ എൻഡ്, ദ മിഡിൽ, അങ്ങനെയാണ് വരിക. റൈറ്റ് യുവർ നെയിം ഓൺ ദ ടോപ്പ് ഓഫ് ദ പേജ്. നിങ്ങളുടെ പേര് പേജിന്റെ ഏറ്റവും ടോപ്പിൽ എഴുതുക. ദ ടോപ്പ് ഓഫ് ദ പേജ്, അറ്റ് ദ എൻഡ് ഓഫ് ദ പേജ്, അങ്ങനെയാണ് പറയുക. ഡോണ്ട് യൂസ് ദ വിത്ത് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എന്നുള്ളതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട. ഇപ്പൊ ഡിന്നർ റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഡിന്നർ ഈസ് റെഡി എന്ന് പറഞ്ഞാൽ മതി. ദ ഡിന്നർ ഈസ് റെഡി എന്ന് പറയണ്ട, ഡിന്നർ ഈസ് റെഡി. വാട്ട് ടൈം ഈസ് ലഞ്ച്, അങ്ങനെയാ ചോദിക്കുക. വാട്ട് ടൈം ഈസ് ലഞ്ച്, വാട്ട് ടൈം ഈസ് ഡിന്നർ, ഏത് ടൈമിലാണ് ലഞ്ച് തരാന്ന്. വാട്ട് ടൈം ഈസ് ലഞ്ച്, അവിടെ വാട്ട് ടൈം ഈസ് ദ ലഞ്ച് എന്ന് ഉപയോഗിക്കരുത്. അതാണ് ഓർമ്മിക്കേണ്ടത്. വാട്ട് ടൈം ഈസ് ലഞ്ച്, കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ വാട്ട് ടൈം ഈസ് ലഞ്ച്, ലഞ്ച് ഈസ് റെഡി എന്ന് അവർ മറുപടി പറയും. എന്നാൽ ഒരു എന്ന് എപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അടുത്ത സ്ട്രീറ്റിൽ. ദേ ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ എന്ന് പറയാം. അവരൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ ഒരു ഡിന്നർ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് അറേഞ്ച്ഡ് എ ഡിന്നർ, ദേ ഹാവ് അറേഞ്ച്ഡ് എ ലഞ്ച്, അങ്ങനെ പറയാം. അല്ലാതെ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. എ എന്ന് ഉപയോഗിക്കേണ്ട. എ ഡിന്നർ ഈസ് റെഡി, വാട്ട് ടൈം ഈസ് എ ലഞ്ച്, അങ്ങനെയൊന്നും പറയരുത്, ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ലാസ്റ്റ്, അതിനുശേഷം വീക്ക്, മന്ത്, ഇയർ, സമ്മർ എന്നൊക്കെ വരുമ്പോൾ ദ ഉപയോഗിക്കേണ്ടതില്ല. ഐ ആം നോട്ട് വർക്കിംഗ് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എഴുതുക. ഐ ആം നോട്ട് വർക്കിംഗ് ദ നെക്സ്റ്റ് വീക്ക് എന്ന് വേണ്ട. അതാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഐ ആം നോട്ട് വർക്കിംഗ് നെക്സ്റ്റ് വീക്ക്, ഐ ആം നോട്ട് വർക്കിംഗ് നെക്സ്റ്റ് മന്ത്, അങ്ങനെ പറയാം. എക്സാമ്പിൾസ്: ക്യാൻ യു ഓപ്പൺ എ വിൻഡോ. ഇത് എപ്പോഴാണ് എ വിൻഡോ എന്ന് ഉപയോഗിക്കുക? ഒരു റൂമിൽ 2-3 വിൻഡോകളുണ്ട്, ജനലുകളുണ്ട്. അപ്പൊ അതിലത്തെ ഒരു ജനൽ തുറക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? എ വിൻഡോ. ക്യാൻ യു ഓപ്പൺ എ വിൻഡോ, ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ. അതെപ്പോ ഉപയോഗിക്കും? ആ റൂമിൽ ഒരേ ഒരു ജനലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ. ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ, ക്യാൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ. അവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ക്യാൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ? ക്യാൻ യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ? അവിടെ എന്തുകൊണ്ടാണ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ ആ ക്വസ്റ്റ്യൻ. അതായത് ആ പറയപ്പെട്ട ചോദ്യം. അപ്പൊ നമ്മളോടൊരു ചോദ്യം ചോദിച്ചു, അപ്പൊ ആ ചോദ്യം ശരിക്കും കേട്ടില്ല, അതുകൊണ്ടാണ് ക്യാൻ യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ എന്ന് വന്നത്. ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് നമ്മൾ. എക്സാമ്പിൾസ് ഓഫ് എ ആൻഡ് an old book എന്നാണ് വരിക. എ വിൻഡോ, an airport, an hour. അവിടെ എന്തുകൊണ്ടാണ് ആൻ വന്നത്? എച്ച് സൈലന്റ് ആണ്. എ ന്യൂസ് പേപ്പർ, an organization, a 1 rupee note. എന്തുകൊണ്ടാണ് അവിടെ എ 1 rupee എന്ന് വന്നത്? ONE 1, ഓയിൽ തുടങ്ങുന്നു എന്നിട്ടും. കാരണം 1 എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ 1 എന്നുള്ള വിന്നിന്റെ പാസ്റ്റ് ടെൻസ് ആയ 1, WON 1-ന്റേതാണ്. അതുകൊണ്ടാണ് അവിടെ a 1 rupee note, an economic problem, an hour, a university, a horse. എന്തുകൊണ്ടാണ് a university? YU എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് ഉള്ളത് യൂണിവേഴ്സിറ്റിക്ക്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് വില്ലേജ്? ഈ വില്ലേജിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ വില്ലേജിനെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ വില്ലേജ്, ദിസ് വില്ലേജ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് വില്ലേജ്? ആർ യു ഓക്കെ? നീ ഓക്കെ ആണോ? നോ, ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. നീ ഓക്കെ ആണോ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അല്ല, എനിക്കൊരു തലവേദനയുണ്ട്, തലവേദന വന്നിരിക്കുന്നു. ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. ഫസ്റ്റ് ടൈം പറയുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക, ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. നെക്സ്റ്റ് നമ്മൾ അതിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഹെഡ് ഏക്കിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദാ എന്നുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. പക്ഷെ ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്, ദ ഹെഡ് ഏക്ക് ഈസ് സിവിയർ എന്ന് പറയാം നെക്സ്റ്റ് സെന്റൻസിൽ. പക്ഷെ ഫസ്റ്റ് ടൈം പറയുമ്പോൾ എനിക്കൊരു തലവേദന വന്നിരിക്കുന്നു. ഒരു ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എ ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കേണ്ടത്, അത് എപ്പോഴും ഓർമ്മിക്കുക. ഹർ ബ്രദർ ഗോട്ട് മാരീഡ് ലാസ്റ്റ് മന്ത്. അവളുടെ ബ്രദർ ലാസ്റ്റ് മന്ത് വിവാഹിതനായി എന്ന് പറയുന്നു. ഇവിടെ ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. ഹർ ബ്രദർ ഗോട്ട് മാരീഡ് ദ ലാസ്റ്റ് മന്ത് എന്നൊന്നും എഴുതരുത്. ഹർ ബ്രദർ ഗോട്ട് മാരീഡ് ലാസ്റ്റ് മന്ത്. എക്സ്ക്യൂസ് മീ, വെർ ഈസ് ദ നിയറസ്റ്റ് ബുക്ക് ഷോപ്പ്? ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബുക്ക് ഷോപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ദ നിയറസ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓർമ്മ വരണം. കാരണം പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രീന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയ ദ എന്നുള്ളതാണ്. ദ നിയറസ്റ്റ്, ദ സ്മാളസ്റ്റ്, ദ ലാർജസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, അങ്ങനെ പറയുള്ളൂ. അത് ഓർമ്മിക്കണം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ വരുള്ളൂ. സൂപ്പർലേറ്റീവ് ഡിഗ്രീന്റെ കൂടെ എപ്പോഴും ദ എന്നുള്ളത് ഉപയോഗിക്കുക. ഇവിടെ ദ നിയറസ്റ്റ് ബുക്ക് ഷോപ്പ്. ഏതാണ് നിയറസ്റ്റ് ബുക്ക് ഷോപ്പ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിന്റെ എൻഡിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് അങ്ങനെയാ പറയാ, ഈ സ്ട്രീറ്റിന്റെ എൻഡില്. ഓൺ ദ ലെഫ്റ്റ്, എൻഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ആ ഷോപ്പിന്റെ മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എ ആണ് വരുന്നത്. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പൊ ആ ഷോപ്പിന്റെ മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈം പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? എ. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ ആർട്ടിക്കിൾസ് മനസ്സിലാക്കുക.